KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ഭാഷ അതായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞത്. ഞാനിട്ട പോസ്റ്റ് 12-നാണ്, അയാൾ മറുപടി പറയുന്നത് 16-ാം തീയതിയാണ്. ഞാൻ അയാൾ മറുപടി പറയും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള മറുപടിയും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ തെളിവാ. അയാളെ പേര് പറഞ്ഞിരിക്കേണ്ട ഞാൻ അയാളോട് സ്വകാര്യമായിട്ട് പറയാം. അന്നത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ദൃക്സാക്ഷികളായിട്ടുള്ള അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. അവരുടെ ചില പേരുകൾ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ MM വിജയ മാഷ് മരണപ്പെട്ടു പോയി. അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണിത്. ഹിന്ദി ജൂഡൻ സാർ മരണപ്പെട്ടു പോയി. ഇപ്പോൾ സുകുമാരൻ മാഷുണ്ട്, ഹിന്ദി പ്രൊഫസറാണ് തിരുവനന്തപുരത്ത്. അയാളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആൾക്കാർ, കുട്ടികൾ, അന്നത്തെ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. UV കുമാരൻ, അയാൾ BEd കോളേജ് പ്രിൻസിപ്പാളായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ചെയർമാൻ രാമോഹൻ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചന്ദ്രമോഹൻ, കുന്നംകുളം MLA, അന്ന് ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഈ കാര്യം വേറൊരു രൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഞാനിതെവിടെ അങ്ങനെ പരാമർശിച്ചിരുന്നില്ല. പല അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സാധാരണ നിലയിൽ ഇത് പണ്ട് പിണറായി സൂചിപ്പിച്ചൊരു കാര്യമാണ് കേട്ടോ, ഞാനത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് ഞാൻ പാർട്ടിയുടെ കുരക്കുന്ന പട്ടിയാണെന്നാണ് പറഞ്ഞത്. അത് ശരിയാ, ഞാൻ പാർട്ടിയുടെ കുരക്കുന്ന പട്ടി തന്നെയാണ്. ഈ പ്രയോഗം ഒരിക്കൽ സ്റ്റീഫൻ ലോകസഭയിൽ ജ്യോതിർമയ് വാസുവിനെതിരായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ ലോകസഭയിലുണ്ട്, 80-85 കാലഘട്ടം. അതിനെ സ്റ്റീഫൻ്റെ മുഖത്ത് നോക്കി ജ്യോതിർമയ് വാസു പറഞ്ഞത്, ഞാൻ കുരക്കുന്ന പട്ടി, അക്കാര്യത്തിൽ സംശയമില്ല, പക്ഷേ ഞാൻ തന്നെ പോലെ വാലാട്ടുന്ന പട്ടിയല്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പിന്നെ ഒരു കോൺഗ്രസിൻ്റെ KPCC പ്രസിഡൻറ്റിൻ്റെ തല പൊട്ടാൻ വേണ്ടി കൂടോത്രം നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തല്ലേ കൂടോത്രം നടത്തി. അതിന് ഇത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരു വല്ലാത്ത കഴിവുള്ളൊരു സാധനം തന്നെയാണ് കൂടോത്രം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സുധാകരൻ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ ഇനിയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയാം. ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അന്നത്തെ രംഗം കണ്ട ആൾക്കാർ. അതുകൊണ്ട് അധികം വിവാദമാക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചതാണ്. കേരളത്തിൽ നല്ല രൂപത്തിലുള്ള പ്രതികരണമാണ് പൊതുവിൽ അതിൽ ഉണ്ടായത്, നല്ല രൂപത്തിൽ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ വൈകാരികമായിട്ടുള്ള തലത്തെയും ഇല്ലാതാക്കുന്നതിന് ഞാൻ തന്നെ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.